ഹലോ ഗൈസ്, അപ്പോൾ 2023 നമ്മളെ വിട്ട് പറഞ്ഞ് 2024ലേക്ക് കടക്കുകയാണല്ലേ. അപ്പോൾ 2023 ഒരു പിടി നല്ലതും മോശവുമായിട്ടുള്ള സിനിമകളൊക്കെ ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന 5 സിനിമകൾ, ആ 5 സിനിമകളെ കുറിച്ച് സംസാരിക്കാനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആ 5 സിനിമകൾ മാത്രമല്ല കേട്ടോ, ഒരു സിനിമ എനിക്കൊരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ചിട്ടുണ്ട്. ആ ഒരു സിനിമയെ കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എയർ ജവാലിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 2023 5 ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് സിനിമകൾ. അപ്പോൾ 5ാമത്തെ സിനിമ തൊട്ട് തന്നെ നമുക്ക് സംസാരിച്ചു തുടങ്ങാം. ടോപ്പ് 5ലെ 5ാമത്തെ സിനിമ. ഞാൻ നേരത്തെ പറഞ്ഞു, വെടിയും പുകയും മാത്രമല്ല സിനിമ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും അമ്മാതിരി ബഹളം ഉള്ള സിനിമകൾ മാത്രമല്ല മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ബഹളങ്ങളും ഇല്ലാത്ത ഒരു ചെറിയ സിനിമയാണ് എനിക്ക് 5ാമതായിട്ട് ഒരു മികച്ച അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ചത്. നൻപകൽ നേരത്ത് മയക്കം. ശരിക്കും ഒരു ലിജോ ജോസ് പല്ലിശ്ശേരി മാജിക് എന്ന് പറയാൻ കഴിയുന്ന നൻപകൽ നേരത്ത് മയക്കം. ആ ഒരു സിനിമയെ എനിക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. ഒരിക്കലും ഒരു വെടിയോ പുകയോ ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഇല്ലാത്ത ഒരു സാധാ കുഞ്ഞു സിനിമ. പക്ഷെ അതിൽ നിന്നും എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസിൽ വളരെ ഡിഫറൻ്റ് ആയിട്ട് ഫീൽ ചെയ്തത് അതിന്റെ സൗണ്ട് ഡിസൈനിങ് ആണ്. ഈ ഒരു സിനിമയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയാനായിട്ട് ഈ ഒരു സിനിമയ്ക്ക് എനിക്ക് തോന്നുന്നു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഡയറക്ടർ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒന്നും ചെയ്യാനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ഇല്ലായിരുന്നു, പകരം സൗണ്ട് ഡിസൈനർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമയുടെ സൗണ്ട് മിക്സ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് പകരം ഈ ഒരു സിനിമയ്ക്കകത്ത് പഴയ തമിഴ് ഡയലോഗുകളും തമിഴ് പാട്ടുകളും ഒക്കെയാണ് സിങ്ക് ചെയ്തിരിക്കുന്നത്. അതും ആ ഒരു പശ്ചാത്തലത്തിൽ ടിവിയിലോ റേഡിയോയിലോ കേൾക്കുന്ന രൂപത്തിൽ അങ്ങനെ പഴയ തമിഴ് സിനിമകളിലെ ഡയലോഗും പാട്ടുകളും ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ഒരു സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത്. അത് എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു തിയേറ്ററിൽ സമ്മാനിച്ചത്. അത് മാത്രമല്ല, ഈ ഒരു സിനിമയുടെ ക്യാമറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സിനിമയുടെ ഒരു ഫ്രെയിം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വച്ചിട്ട് ആ ഒരു ഫ്രെയിമിൽ നടക്കുന്ന കാര്യങ്ങൾ മൊത്തം ഒരു ചലനവും ഇല്ലാതെ, ആ ഫ്രെയിമിന് വലിയ ചലനമൊന്നും ഇല്ലാതെ അവിടെ നടക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ അവിടെ ഒപ്പിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു നാടകം കാണുന്ന ഫീലിൽ നമ്മൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. എന്നിട്ടും ഒരു മുഷിപ്പും തോന്നാതെ എനിക്ക് ആ ഒരു സിനിമ മൊത്തം കണ്ടു തീർക്കാൻ സാധിച്ചെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു LJP മാജിക് തന്നെയാണ്. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന ഡയറക്ടറുടെ മികച്ച വർക്കുകളിൽ ഒന്നാണ് നൻപകൽ നേരത്ത് മയക്കം. തീർച്ചയായിട്ടും നമ്മുടെ മമ്മൂക്കയുടെ ഗംഭീര പെർഫോമൻസും ആ ഒരു സിനിമയുടെ മാറ്റ് കൂട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ 5ാമത്തെ സിനിമയാണ് നൻപകൽ നേരത്ത് മയക്കം. ഇനി എനിക്ക് 2023 ഏറ്റവും മികച്ച ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ 4ാമത്തെ സിനിമ, ഇപ്പം നിറഞ്ഞ സദസ്സുകളിൽ ഇപ്പോഴും പ്രദർശനം തുടർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ നേര്. ഈ ഒരു സിനിമ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാകാൻ, അല്ലെങ്കിൽ അത്രയ്ക്ക് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കാനായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ലാലേട്ടൻ തന്നെയാണ്. എനിക്ക് ഒരുപാട് നാൾക്ക് ശേഷം ഒരു ലാലേട്ടന്റെ ഒരു ഗംഭീര പെർഫോമൻസ് തിയേറ്ററിൽ ആസ്വദിക്കാൻ കഴിഞ്ഞു. ഈ ഒരു സിനിമ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എന്റെ മനസ്സ് നിറയെ ലാലേട്ടനും ലാലേട്ടന്റെ പെർഫോമൻസുമായിരുന്നു. അത്രയ്ക്ക് മികച്ച, ആസ് എ ലാലേട്ടൻ ഫാൻ, അത്രയ്ക്ക് മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ഒന്നിനും തരാൻ കഴിയത്തില്ല. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ലാലേട്ടന്റെ അത്തരം ഒരു പെർഫോമൻസ് ബിഗ് സ്ക്രീനിൽ കാണുന്നത് വളരെ മിസ് ചെയ്ത ആളാണ് ഞാൻ. അപ്പൊ ആ ഒരു മിസ്സിംഗ് ഫീലിംഗ് ഈ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്കും അങ്ങ് മാറിക്കെട്ടി. ലാലേട്ടന്റെ മികച്ച പ്രകടനങ്ങൾ ഈ ഇടയ്ക്ക് വന്നിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ബ്രോഡാഡി എന്ന സിനിമയിലൂടെയും ദൃശ്യം 2 എന്ന സിനിമയിലൂടെയും 12th മാൻ എന്ന സിനിമയിലൂടെയും മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് ലാലേട്ടൻ കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊക്കെ OTT റിലീസുകളായിപ്പോയി. അപ്പോൾ 2019 ലൂസിഫറിന് ശേഷമാണെന്ന് തോന്നുന്നു ലാലേട്ടന്റെ ഒരു മികച്ച സിനിമ തിയേറ്ററിൽ കാണാൻ കഴിഞ്ഞത്. അത് എനിക്ക് ഗംഭീര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിച്ചത്. നേരെന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കണ്ണും മനസ്സും നിറഞ്ഞിറങ്ങിയ അവസ്ഥ എന്നൊക്കെ പറയത്തില്ല, അത് ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ 2023 എനിക്ക് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയായിട്ട് നേരെന്ന സിനിമ മാറിയിട്ടുണ്ട്. ഇനി ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്ന 3ാമത്തെ സിനിമ നമ്മുടെ ലോകേഷ് കനകരാജിന്റെ LCUയിൽ വരുന്ന ലിയോ ദ ബ്ലഡി സ്വിച്ച്. ഈ ഒരു സിനിമയ്ക്ക് ഏകദേശം ഒരു ചിലർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. LCU ആ ഒരു യൂണിവേഴ്സിൽ വരുന്ന ഏറ്റവും മോശം സിനിമ എന്ന അഭിപ്രായമൊക്കെ ചിലരൊക്കെ പറഞ്ഞു കണ്ടു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 2023 മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ലിയോ ദ ബ്ലഡി സ്വീറ്റ് എന്ന തലപതി പടം എനിക്ക് തിയേറ്ററിൽ സമ്മാനിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എനിക്ക് തന്ന തിയേറ്റർ എക്സ്പീരിയൻസ് മികച്ചതായിരുന്നു കേട്ടോ. ലോകേഷ് കനകരാജിന്റെ കയ്യൊപ്പ് പൊതിഞ്ഞ ഫസ്റ്റ് ഹാഫ് ആയിരുന്നു. തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും സിനിമ കുറച്ച് ഡൗൺ ആയെങ്കിലും മൊത്തത്തിൽ ഓവറോൾ ആ ഒരു പടം തന്നത് ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. ഞാൻ ഒരു സിനിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം തിയേറ്ററിൽ പോയി കാണുന്നത് 2 തവണയാണ്. അപ്പം ഈ ഒരു വർഷം 2 പ്രാവശ്യം കണ്ട 2 സിനിമകളേ ഉള്ളൂ. ഇനി ഞാനിപ്പം അടുത്തൊരു പടത്തിനും കൂടെ പോകുന്നുണ്ട്, നേര്. അത് ഈ വർഷം തന്നെ ഒന്നും കൂടെ പോയി കാണുന്നുണ്ട്. അപ്പം നേരത്തെ ഇതുവരെ ഞാൻ ഈ ഒരു വർഷം 2 സിനിമകളാണ് 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. അതിലൊരു പടം ലിയോ ദ ബ്ലഡി സ്വീറ്റ് ആണ്. അപ്പം അത്രയ്ക്കും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് സമ്മാനിച്ച ഒരു സിനിമയാണ് ലിയോ ദ ബ്ലഡി സ്വീറ്റ്. ഇനി 2023 ഏറ്റവും മികച്ച തിയേറ്റർ എക്സ്പീരിയൻസുകളിൽ 2ാമത്തെ പടം ജിഗർതണ്ട XX. തീർച്ചയായിട്ടും ഈ ഒരു പടം ഈ ഒരു ലിസ്റ്റിൽ 1ാമത് കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ 1ാമത്തെ പടം മറ്റൊരു റീസൺ കാരണമാണ് ആ ഒരു സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അത്രയ്ക്കും മികച്ച ഒരു പടമാണ് ജിഗർതണ്ട XX. ഞാൻ ഒരുപാട് നാളായിട്ട് തിയേറ്ററിൽ കാണുന്ന സിനിമകളിൽ ഏറ്റവും മികച്ച, ഈ ഒരു വർഷം മാത്രമല്ല കഴിഞ്ഞ കുറേ വർഷങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച സിനിമകളിൽ ഒന്നാണ് ജിഗർതണ്ട XX.
കാർത്തിക് സുബരാജ് പടം എന്നാണ് ആ ഒരു സിനിമ തീരുമ്പോഴത്തേക്കും എഴുതി കാണിക്കുന്നത്. പക്ഷേ അവിടെ എഴുതി വയ്ക്കേണ്ടത് എ കാർത്തിക് സുബരാജ് മാസ്റ്റർ പീസ് എന്നാണ്. അമ്മാതിരി ഗംഭീര സിനിമയാണ്. തോക്കും ക്യാമറയും തമ്മിലുള്ള പോരാട്ടം. ഒരു സിനിമാ പ്രേക്ഷകന് ഈ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഒരിക്കലും സമ്പൂർണ്ണ സംതൃപ്തിയോടെ അല്ലാതെ തിയേറ്റർ വിട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. അമ്മാതിരി പടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടതിൽ വെച്ച് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ് നമ്മുടെ കാർത്തിക് സുബരാജിന്റെ ജിഗർദണ്ഡ ഡബിൾ എക്സ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ പടം, എനിക്ക് 2023 തിയേറ്റർ എക്സ്പീരിയൻസിൽ ഗംഭീര അനുഭവം സമ്മാനിച്ച ഒന്നാമത്തെ പടം ജയിലർ. അതിന് കാരണം നമ്മുടെ ലാലേട്ടനും രജനീകാന്തും ഒന്നിച്ച് സ്ക്രീൻ സ്പേസ് പങ്കിടുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, രജനീകാന്തിന്റെ ഇതിനു മുമ്പ് ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം പേട്ടയായിരുന്നു. പക്ഷേ പേട്ടയെക്കാട്ടി ഗംഭീരമായിട്ട് ആ ഒരു രജനീകാന്ത് മാനറിസംസ് ഒക്കെ വന്നിട്ടുള്ളത് ജയിലറിലാണെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അമ്മാതിരി സ്ക്രീൻ പ്രസൻസ് ആണ്. തീർച്ചയായിട്ടും ആ ഒരു രജനീകാന്തിന്റെ ഫുൾ ഫോമിൽ ഒരു പടം കണ്ടിട്ട് ഇറങ്ങുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫിക്കേഷൻ വേറെ എവിടെയും കിട്ടത്തില്ല. ആ ഒരു സാറ്റിസ്ഫിക്കേഷൻ എനിക്ക് തന്ന ഒരു പടമായിരുന്നു ജയിലർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് മാത്രമല്ല, നമ്മുടെ ലാലേട്ടന്റെ ഗംഭീര എൻട്രിയും പിന്നെ ആ ഒരു ക്ലൈമാക്സ്, ശിവരാജ് കുമാർ, രജനീകാന്ത്, ലാലേട്ടൻ 3 പേരും കൂടെ ഉള്ള ക്ലൈമാക്സും കൂടെ കണ്ട് തിയേറ്റർ വിട്ടപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയാണ് ഞാൻ 1ാം സ്ഥാനത്തേക്ക് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 സിനിമകൾ ഞാൻ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടെന്ന്. അതിനകത്ത് ഒന്നാമത്തത് ലിയോയും രണ്ടാമത്തത് ജയിലറുമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന പടം എനിക്ക് ഒരു ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് നൽകിയ ഒരു സിനിമയാണ്. 2023 തിയേറ്ററിൽ കണ്ട സിനിമ. പക്ഷേ ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പ്രത്യേകമായിട്ട് പറയുന്നതിന്റെ കാരണം, ഈ ഒരു പടം കഴിഞ്ഞ വർഷം പുതുതായിട്ട് റിലീസ് ചെയ്ത പടമല്ല, റിലീസ് ചെയ്ത പടമാണ്. ഇപ്പൊ തന്നെ പലർക്കും കത്തിക്കാണും. സ്ഫടികം 4K റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സിനിമ കാണാൻ പോയ എക്സ്പീരിയൻസ് ഒരു വ്ളോഗ് രൂപത്തിൽ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനലിൽ റീച്ച് കയറിയ വീഡിയോസിൽ ഒന്നാണ് ആ ഒരു വീഡിയോ. ആ ഒരു വീഡിയോ കാണാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ എൻ്റെ കമന്റ് ബോക്സിൽ ആ ഒരു വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ആഗ്രഹമുള്ളവർക്ക് പോയി കാണാവുന്നതാണ്. വളരെ മികച്ച ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് എന്ന് പറയാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ലഭിച്ച ഒരു സിനിമയാണ് സ്ഫടികം എന്ന് പറയുന്നത്. ആ ഒരു സിനിമ ഞാൻ കാണാൻ പോകുന്നത് തൃശ്ശൂർ രാഗത്തിലാണ്. ഒരു ഹൗസ്ഫുൾ അറ്റ്മോസ്ഫിയറിലാണ് ഞാൻ ആ ഒരു പടം കണ്ടത്. തീർച്ചയായിട്ടും ഫാമിലി ഓഡിയൻസ് വരെ അത്രയ്ക്കും ആർപ്പ് വിളിക്കുന്ന രീതിയിൽ വേറൊരു പടവും ഞാൻ അങ്ങനെ ഈ അടുത്തൊന്നും പോയി കണ്ടിട്ടില്ല. അമ്മാതിരി ഒരു ലെവൽ ക്രൈസ് ഉള്ള ഒരു പടമാണ് സ്ഫടികം. തീർച്ചയായിട്ടും ഇത്തരം ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ലഭിക്കാനായിട്ട് കാരണം ഈ ഒരു സ്ഫടികം എന്ന സിനിമ 4K റീമാസ്റ്റർ ചെയ്ത് ഇറക്കാനായിട്ട് സ്ഫടികം ടീം എടുത്ത തീരുമാനം തന്നെയാണ്. ഭദ്രൻ സാറിനും സ്ഫടികം ടീമിനും അതിന് എൻ്റെ വക ഒരു താങ്ക്സ്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഞാൻ 2023 തിയേറ്ററിൽ പോയി ആസ്വദിച്ച, അല്ലെങ്കിൽ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് സമ്മാനിച്ച സിനിമകൾ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഒരു ലിസ്റ്റ് കാണും. തീർച്ചയായിട്ടും 2023 തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിച്ച സിനിമകളെ കുറിച്ച് നിങ്ങൾ കമന്റിൽ പറയുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.